വെൽക്കം ബാക്ക് ടു എഡ്യു വാലറ്റ്. +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഇനി ആർക്കെങ്കിലും മാത്സിൽ കുറച്ച് പേർക്കൊക്കെ തേർഡ് ചാപ്റ്ററാണ് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക, കുറച്ചധികം പേര് അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് തേർഡ് ചാപ്റ്റർ ഇനി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ എല്ലാവരും, അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ കൊടുക്കാം. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. നമുക്കൊരു മൂന്ന് പാർട്ടൊക്കെ വേണ്ടി വരും ഈ ഒരു പാഠം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഒരു 4 മാർക്ക് 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പാഠമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇതിൽ എന്താ പറയുക, കുറേ പേര് പറയുന്നുണ്ട് നമുക്ക് ലെങ്ത്ത് കുറയ്ക്കാൻ പറ്റുമെന്ന്. ഞാൻ നിങ്ങൾക്ക് സ്കൂളിൽ എടുക്കുന്നതിൻ്റെ ഒപ്പം പോകണം, അല്ലെങ്കിൽ നമ്മൾ കുറേ മെല്ലെ കുറേ ചെറിയ പോർഷൻസ് 10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാസമായിട്ടും ഈ പാഠങ്ങളൊന്നും എടുത്ത് കഴിയില്ല. നമ്മൾ ഫിസിക്സും കെമിസ്ട്രി മാത്സും ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. സോ അതുകൊണ്ട് കുറച്ച് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഇല്ലാതെ നമുക്ക് ഓരോ ഭാഗങ്ങളും കവർ ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് തീരെ കാണാൻ പറ്റുന്നില്ല, ഇത്രയും ടൈമൊന്നും പറ്റുന്നില്ലെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് ചുരുക്കാം. നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയും ഇങ്ങനെ തന്നെ പോകണോ അതോ ടൈം ഒന്നുകൂടി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ മാക്സിമം നമ്മളെ ചാനൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, യൂസ്ഫുൾ ആണെങ്കിൽ. നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, പിന്നെ കൊമേഴ്സ് കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അക്കൗണ്ടൻസി, എക്കണോമിക്സും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ബയോളജിയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ടൈം ടേബിൾ പ്രകാരം തന്നെ ഓരോ പോർഷൻസ് ഇടുന്നതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്താണ് ഈ ഒരു പാഠത്തിൽ പറയുന്ന മെയിനായിട്ട് ചാർജസുകളെ കുറിച്ചും അവരുടെ ഇലക്ട്രിക് ഫീൽഡുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന പാഠമാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇലക്ട്രിക് ചാർജസ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും, അങ്ങനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുകളാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി എന്താണ് ചാർജിൻ്റെ യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂളോം, സി ആണ്. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് യൂണിറ്റ് ഓഫ് ചാർജിൻ്റെ യൂണിറ്റ് എന്താണെന്ന് കേട്ടോ. സോ കൂളോം, സി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഇങ്ങനത്തെ കുറച്ച് ചെറിയ പോയിന്റ്സ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ബോഡി പോസിറ്റീവ് ചാർജ്ഡ് ബോഡി ആയിട്ട് മാറുക? പോസിറ്റീവ് ചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസ് കുറവാണെന്നർത്ഥം. ഡെഫിഷ്യൻ്റ് ആണ് അവർ. ഏതെങ്കിലും ഒരു ബോഡി ഇലക്ട്രോൺസ് കുറവുള്ള ബോഡിയാണ് ഇഫ് ദേ ആർ ഡെഫിഷ്യൻസി, ഇഫ് ദേ ആർ ഫീലിംഗ് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് അവർക്ക് കുറവാണ്, കുറച്ചും ഇലക്ട്രോൺസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, അങ്ങനെയുള്ള ബോഡീസാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ഇനി നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് കുറേ ഉണ്ടാവും, എക്സസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം. കുറേ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെറിവേഷനൊക്കെ വരുമ്പോൾ ഇതുപോലെ പറയും, പോസിറ്റീവ്ലി ബോഡി, നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്നൊക്കെ നമുക്ക് അറിയണം, അതാണ് അതിൻ്റെ മീനിങ് എന്ന്. ഓക്കെ, ദെൻ നമുക്കിവിടെ ഒരു അപ്പാരറ്റസിനെ കുറിച്ച് പറഞ്ഞത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണം, ഒരു അപ്പാരറ്റസ് ആണ്, ഉപകരണമല്ല, ഒരു സെറ്റപ്പ്, കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് പോലെ നമുക്ക് പറയാം. അതൊരു അപ്പാരറ്റസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിറ്റക്ട് ചാർജ് ഓൺ എ ബോഡി. ഒരു ബോഡിയിലെ എത്ര ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ബോഡിയാണോ നെഗറ്റീവ് ചാർജ്ഡ് ബോഡിയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അപ്പാരറ്റസ്. കുറച്ച് ഐറ്റംസ് ഒക്കെ കൂടി ചേർന്ന് നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ, 1 മാർക്കായിട്ട് ചോദിക്കുള്ളൂ. ഇനി നമുക്കറിയുന്ന, എല്ലാവർക്കും അറിയുന്ന എന്താണ് കണ്ടക്ടേഴ്സ് എന്താ, ഇൻസുലേറ്റേഴ്സ് എന്താണ്? കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവർ പറയും, ഞങ്ങളുടെ ശരീരത്തിൽ കൂടി നിങ്ങൾ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടോ ഒരു കുഴപ്പമില്ല. ദോ സബ്സ്റ്റൻസ് വിച്ച് അലൗ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദം. ചില സബ്സ്റ്റൻസ്, ചില ബോഡീസ് അവരുടെ ശരീരത്തിൽ കൂടി അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ കൂടി ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യിപ്പിക്കും. അതാണ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ഡു നോട്ട് അലൗ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല, വേണ്ട ഞങ്ങളുടെ ശരീരത്തിൽ കൂടി കറണ്ട് പാസ് ചെയ്യണ്ട, അവരാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇവർക്കിടയിൽ ചിലപ്പോൾ കണ്ടക്ടറാവും, ചിലപ്പോൾ ഇൻസുലേറ്ററാവും, അങ്ങനെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്, അതാണ് സെമി കണ്ടക്ടേഴ്സ്. അത് നമുക്ക് ഈ സെക്ഷനിൽ വരുന്നില്ല, നിങ്ങൾക്ക് ഇനി +2ൻ്റെ ബാക്കി ക്ലാസ്സുകൾ പറയുന്നുണ്ട്. സോ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ അലൗ ചെയ്യും കറണ്ടിനെ. ഇൻസുലേറ്റേഴ്സ് പറഞ്ഞാൽ വിച്ച് ഡു നോട്ട് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് ഈ പാഠം പഠിക്കുന്നതിന് മുമ്പ് അറിയേണ്ടത്. എന്താണ് യൂണിറ്റ്, കണ്ടക്ടേഴ്സ് എന്താ, ഇൻസുലേറ്റേഴ്സ് എന്താണെന്നൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ പറയുന്ന മറ്റൊരു സെക്ഷൻ, ഒരു പ്രോസസ്സാണ് എർത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എന്ന് നമ്മൾ അതിനെ പറയും. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ചാർജുള്ള ബോഡി എർത്തുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു, എർത്തായിട്ട് ടച്ചായി വന്നു.
അപ്പോൾ അവിടെ ഉണ്ടാവുന്ന എക്സസ് ആയിട്ടുള്ള ചാർജ്, ഏതെങ്കിലും ഒരു ബോഡിയിൽ കുറേ ഓവർ ആയിട്ടുള്ള ചാർജ് ഉണ്ടെങ്കിൽ, അതാണ് എക്സസ് ചാർജ് എന്ത് ചെയ്യും, അത് എർത്തിലോട്ട് പാസ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു ബോഡിക്ക് നല്ല ചാർജ് ഉണ്ട്, കുറേ ചാർജ് ഉണ്ട്, അവരത് കോണ്ടാക്റ്റുമായിട്ട് എർത്തുമായിട്ട് കോണ്ടാക്റ്റിലേക്ക് വന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുക, എക്സസ് ആയിട്ടുള്ള ചാർജിനെ അവരെന്ത് ചെയ്യും, നേരെ എർത്തിലോട്ട് പാസ് ചെയ്യും ത്രൂ കണക്റ്റിംഗ് കണ്ടക്ടേഴ്സ്. അങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടി ഓരോ കണ്ടക്ടേഴ്സ്, വയറുകളൊക്കെ ഉണ്ടായിരിക്കും. സോ ഈ ഒരു പ്രോസസ്സാണ് എന്ത്, എർത്തിങ് എന്ന് പറഞ്ഞാൽ. ദ പ്രോസസ് ഓഫ് ഷെയറിങ് ദ ചാർജസ് വിത്ത് ദ എർത്ത് ഈസ് കോൾഡ് എർത്തിങ്. എർത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജുകൾ എർത്തിലോട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാം, ദാറ്റ് ഈസ് മീൻ എർത്തിങ്. സോ എർത്തിങ്ങിലൂടെ നമുക്ക് എന്താണ് യൂസ്, പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഓർ അപ്ലയൻസസ്. നമുക്ക് ഉപകരണങ്ങൾക്കും ഇലക്ട്രിക് ആയിട്ടുള്ള സർക്യൂട്ടുകൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സുരക്ഷിതത്വമാണ് ഓരോ എർത്തിങ്ങിലൂടെ നമുക്ക് കിട്ടുക. അതായത് ഓവർ ആയിട്ടുള്ളതൊക്കെ എർത്തിലേക്ക് ഇങ്ങനെ പോയി, അപ്പോൾ കുഴപ്പമില്ലല്ലോ. സോ ഇതാണ് എന്ത്, എർത്തിങ് എന്ന് പറഞ്ഞാൽ ഷെയറിങ് ഓഫ് ചാർജ്. ഇലക്ട്രിക് ചാർജുകൾ എർത്തിലോട്ട് ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും, അതായത് പുറത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് എർത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ഈ പാഠത്തിലോട്ട് വരുമ്പോൾ, ഈ പാഠത്തിൽ പഠിക്കേണ്ട ഫസ്റ്റ് സെക്ഷനാണ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക്കൽ ചാർജ്. ഒരു ഇലക്ട്രിക്കൽ ചാർജിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു 2 മാർക്കിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കിതിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ ഈ പാഠത്തിൽ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അൺലൈക്ക് ചാർജസ് അട്രാക്ട്, ലൈക്ക് ചാർജ് റിപ്പൽ. അതായത് അൺലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപോലെ ഇല്ലാത്ത, ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപോലത്തെ ചാർജുകൾ. റിപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ലൈക്ക് ചാർജാണ്, ഒരേപോലത്തെ ചാർജ്. നെഗറ്റീവ് അത് ലൈക്ക് ചാർജാണ്. ഇങ്ങനെ ലൈക്ക് ചാർജുകൾ വന്നാൽ അവർ റിപ്പൽ ചെയ്യും. ഒരേപോലത്തെ 2 ആൾക്കാർ വന്നാൽ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇങ്ങനെ റിപ്പൽ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വികർഷിച്ച് പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, അവർ അട്രാക്ട് ചെയ്യില്ല. അൺലൈക്ക് ആയിട്ടുള്ള ചാർജ്, ഇപ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ അവരെന്താ, അവർ അട്രാക്ട് ചെയ്യും. സോ അതാണ് അൺലൈക്ക് ചാർജ് അട്രാക്ട് ചെയ്യും, ഒരു നെഗറ്റീവും പോസിറ്റീവും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവും നെഗറ്റീവും. അൺലൈക്ക് ചാർജുകളാണ് അട്രാക്ട് ചെയ്യുക, ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അവരിങ്ങനെ വികർഷിച്ച് അകന്ന് പോകും. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു ഓൾറെഡി, പോസിറ്റീവ് ചാർജുണ്ട് നെഗറ്റീവ് ചാർജുണ്ട്. അതിൽ പോസിറ്റീവും നെഗറ്റീവ് ഒക്കെ വന്നാൽ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് ഒക്കെ വന്നാൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, ചാർജ് ഈസ് കൺസേർവ്ഡ്. അതായത് നമ്മളിപ്പോൾ 2 ബോഡി എടുത്തു കേട്ടോ, ഈ 2 ബോഡിയിലും ചാർജുകളൊക്കെ ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ കുറേ ചാർജുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ ചെയ്തു, എന്തെങ്കിലും റിയാക്ഷൻ നമ്മൾ നടത്തി ഇവർ തമ്മിൽ. പക്ഷെ അവിടെ ഒരിക്കലും ചാർജുകൾ ഇവിടെ കുറയോ ഇവിടെ കൂടുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ചാർജ് കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പുതിയ ചാർജുകൾ കൊടുക്കാനോ അതിന് എന്തെങ്കിലും നശിപ്പിക്കാനോ ഒന്നും പറ്റില്ല. ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇവിടെ ഇപ്പോൾ 10 കൂളോംബ് ഉണ്ട്, ഇവിടെ ഒരു 20 കൂളോംബ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇതിനൊരു 25 ആക്കുക, ഇതിനൊരു 30 ആക്കുക, അങ്ങനെ പുതിയത് ക്രിയേറ്റ് ചെയ്യാനോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കളയാനോ കഴിയില്ല. അതാണ് ചാർജ് കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കാം, എന്നിട്ട് ഇതിൽ നിന്നാണെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാനും അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് ചാർജ് ഈസ് കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്. നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കരുത്, നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാം. സോ അതിനൊരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഗ്ലാസിൻ്റെ ഒരു റോഡ് എടുത്തു, ഗ്ലാസിൻ്റെ. ഈ ഗ്ലാസ് റോഡ് നമ്മളൊരു സിൽക്കിൻ്റെ ഒരു തുണി എന്തെങ്കിലും പേപ്പറൊക്കെ വെച്ച് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തു. ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ എന്താണ്ടാവുമെന്ന് അറിയോ, ഈ ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ട്, കുറച്ച് ചാർജസ് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഈ ഗ്ലാസ് എന്ത് ചെയ്തു, ഇങ്ങോട്ട് കൊടുത്തു അല്ലേ, ഇവൻ വാങ്ങി. ഗ്ലാസ് കൊടുത്ത കാരണം ഇവിടുത്തെ കുറച്ച് ചാർജുകൾ കുറവ് വന്നു. അപ്പോൾ ഇത് പോസിറ്റീവ് ബോഡിയായി മാറും. നമ്മൾ നേരത്തെ പഠിച്ചു, ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത്, അതായത് കുറവുള്ളത്, ചാർജ് കുറവാണെങ്കിൽ അവർ പോസിറ്റീവ് ആവും. കൂടുതൽ ഇവിടെ സിൽക്കിന് ഓൾറെഡി സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു, സിൽക്ക് കുറച്ചും കൂടി വാങ്ങുമ്പോൾ അവിടെ എക്സസ് ആയില്ലേ, എക്സസ് ആകുമ്പോൾ നെഗറ്റീവ് ആവും. സോ ഇത് പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ കൊടുക്കുന്ന ആൾ പോസിറ്റീവും വാങ്ങുന്ന ആൾ നെഗറ്റീവും. ഇങ്ങനെയാണ് ചാർജ് കൺസേർവ്ഡ് ആണെന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്താ കൺസേർവ്ഡാ, ഒന്നും നശിപ്പിച്ചിട്ടില്ല, ഒന്നും കുറേ ആഡ് ചെയ്തിട്ടില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇതാണ് 2 പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു, 1, 2. ഇനി കുറച്ചും കൂടെ ഉള്ളൂ, 2 പ്രോപ്പർട്ടിയും കൂടെ ഉള്ളൂ. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജസ് ഇസ് ക്വാണ്ടൈസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സംഭവം സിമ്പിളാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, Q = +or - NE. ഈ N വേണമെങ്കിൽ 1, 2, 3 ഒക്കെ ആവും. അതായത് നമ്മളൊരു ബോഡി എടുത്തു, ആ ബോഡിയിലത്തെ
ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ഓൺ ബോഡി എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ഇലക്ട്രിക് ചാർജ് ഉണ്ട് നോക്കുക. ഇപ്പം നമുക്ക് ഇവിടെ ഒരു 10 ഉണ്ടെങ്കിൽ ആ 10 ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഇലക്ട്രോൺ ഏതാണോ ചാർജ് അത് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ചാർജ് ഓൺ എ ബോഡി എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എത്ര എണ്ണം ഉണ്ട് നോക്കുക. എൻ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്, ഓക്കെ, ആ എത്ര എണ്ണം ഉണ്ടോ അതേ ഇൻറ്റു ഇലക്ട്രിക് ചാർജ് ചെയ്താൽ മതി. നമുക്ക് ഇലക്ട്രോൺസിനൊക്കെ ഒരു ചാർജ് ഉണ്ട്, ഇലക്ട്രോൺസിൻ്റെ ഒക്കെ ചാർജുകളുടെ ഒരു വാല്യൂ ഉണ്ട്, 1.6 എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരു ബോഡി എടുത്ത് ആ ബോഡിയിൽ എത്ര എണ്ണം ഉണ്ട് നോക്കുക, എത്ര ഇലക്ട്രിക് ചാർജുകൾ, എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കുക. ആ രണ്ടും കൂടി ഇപ്പോൾ 10 ഉണ്ടെങ്കിൽ 10 ഇൻറ്റു ആ ഇലക്ട്രിക് ചാർജ് 10 ഇൻറ്റു ഇ ചെയ്താൽ മതി അവിടുത്തെ ടോട്ടൽ ചാർജ് കിട്ടാനായിട്ട്. സോ ചാർജ് ഓൺ ബോഡി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ്, ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്പർ നോക്കുക, അതിൻ്റെ മൾട്ടിപ്പിൾ എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് ചാർജ്, ഓരോ ഇലക്ട്രോൺസിൻ്റെ ചാർജ് എടുക്കുക. ഇപ്പം ഞാനൊരു ബോഡി എടുത്തു, അതിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ അവിടുത്തെ ടോട്ടൽ ചാർജ് എങ്ങനെ കിട്ടുക, 10 ഇൻറ്റു ഓരോ ഇലക്ട്രോണിൻ്റെ ചാർജ്. ഓക്കെ, ആ വാല്യൂ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. സോ ഇങ്ങനെ ചെയ്താൽ മതി, പ്ലസ് ഓർ മൈനസ് എൻ ഇ. ഇതാണ് മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി. ഇലക്ട്രിക് ചാർജസ് ക്വാണ്ടൈസ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയ പ്രോബ്ലംസ് ജസ്റ്റ് നോക്കാം കേട്ടോ. അടുത്തതാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. 4 പ്രോപ്പർട്ടീസുകൾ. 4ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബോഡിയിൽ ഇതൊക്കെ ചാർജുകളുണ്ട്, Q1 Q2 അങ്ങനെ കുറേ ചാർജുകൾ ഉണ്ടെങ്കിൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ നമ്മളൊക്കെ കൂടി ആഡ് ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ, Q1 + Q2 + Q3 + അങ്ങനെ എത്ര ഉണ്ടോ അതൊക്കെ കൂടി ആഡ് ചെയ്താൽ അവിടുത്തെ ടോട്ടൽ ചാർജായി. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇതാണ്, നമുക്കൊരു ബോഡിയിൽ കുറച്ച് ചാർജ് ഉണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ ചാർജ് കിട്ടാൻ ഒക്കെ കൂടി ആഡ് ചെയ്യാൻ പറ്റും. സോ ചാർജുകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ടോട്ടൽ ചാർജ് കിട്ടാൻ എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. നമ്മൾ സാധാ മാത്തമാറ്റിക്സിലൊക്കെ ചെയ്യുന്ന പോലെ ഇത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടിയാണ്. അഡിറ്റിവിറ്റി, ക്വാണ്ടൈസ്ഡ് ആണ്, അൺലൈക്ക്, അതുപോലെ തന്നെ കൺസേർവ്ഡ് ആണെന്നൊക്കെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. ഒപ്പം നമ്മൾ എർത്തിങ് എന്താണ്, കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കണ്ടക്ടേഴ്സ് എന്താ, പോസിറ്റീവ് ചാർജ് എന്താ, അങ്ങനത്തെ ഒക്കെ നമ്മൾ നോക്കി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പാഠത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന കുറച്ച് ലോസ്, കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് 2ാമത്തെ പാർട്ടിൽ കാണാം. ഈ വീക്കിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതിപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കുക. നോട്ട്സ് ആൻഡ് ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.